തിരുവനന്തപുരം വട്ടിയൂർക്കാവിന് തൊട്ടടുത്തായിട്ട്, അതായത് വട്ടിയൂർക്കാവിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറി നമ്മുടെ വയലിക്കട ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത്. 4 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടാണ്. നല്ല നീറ്റായിട്ടുള്ള ആഡംബര വർക്കുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വുഡിൻ്റെ പണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വീട് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മളിതിനകത്ത് കയറുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള പണികൾ, വുഡ് വെച്ചിട്ടുള്ള വർക്കുകൾ കുറേയധികം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മുടെ മുറ്റം വരും. ഇവിടെ കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ടൊരു വലിയ വണ്ടി ഇനിയും വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം. ആ രീതിയിലുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വീടാണ്. നമുക്ക് മുൻവശത്ത് നോക്കിയത് ഇതുപോലെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള വുഡിൻ്റെ വർക്കുകൾ മോസ്റ്റ്ലി ചെയ്തിട്ടുള്ളത് തേക്കിൻ തടിയിലും പ്ലാവിൻ തടിയിലുമാണ്. നമുക്കിതാ ഈ ഒരു വാതിലിൻ്റെ വർക്ക് വന്നിട്ട് ഫുള്ളായിട്ട് ഈട്ടിയും തേക്കിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഈട്ടിയിലെ സാധനം ചെറിയ ചെറിയ ഇൻസേർഷൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. ഇതുപോലുള്ള ചുമരിൽ ഇവിടെ എല്ലാം തന്നെ വുഡൻ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രൊഫൈൽ ലൈറ്റിംഗ് കൂടെ കൊടുത്തപ്പോൾ ഭയങ്കര നീറ്റായിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെർവൻസിനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. കിച്ചണിനകത്ത് കളർ തീമൊക്കെ നല്ല രസമാണ്. അതിനകത്തൊക്കെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൂടെ കൊടുത്തപ്പോൾ നല്ല ആംബിയൻസ് ആണ്. കിച്ചണിനകത്ത് നിന്ന് പണി ചെയ്യാൻ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ടൊരു സിങ്ക്, വർക്ക് ഏരിയ നമുക്ക് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കും അല്ലെങ്കിൽ പിൻവശത്തേക്കൊക്കെ പോകാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. എല്ലാ റൂമുകളുടെയും വാതിൽ വന്നിട്ട് ഈ ഒരു തീമിലാണ് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. റെഡിമെയ്ഡ് വാതിലാണ്. ഇതിപ്പോൾ 10 വർഷം വാറണ്ടി അവർ തന്നെ തരുന്നുണ്ട്. ആ രീതിയിലാണ് നമുക്ക് ഈ വാതിലുകളെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമുകളിലും കബോർഡുണ്ട്. നമുക്ക് 2 റൂമുകളിൽ ഇതുപോലെ 6 പാളിയിലെ കബോർഡൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതിനോട് ചേർന്നൊരു ഡ്രസ്സിംഗ് ടേബിൾ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെറയുടെ ക്ലോസറ്റ്, സിംബോളയുടെ ക്ലോസറ്റ്, അതുപോലെ തന്നെ സെറയുടെ വാഷ് ബേസിൻ, ആ രീതിയിലാണ് സാനിറ്ററി വെയർസ് വരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് 3-ാം മുട് പോകുന്ന റൂട്ട് വരുമ്പോഴത്തേക്കും വയലിക്കട ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഹരിത നഗർ ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കും. അതിനകത്തേക്ക് 240 മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. അത് ഹരിത നഗറിനകത്ത് ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്ന ഫസ്റ്റ് റൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ് തന്നെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലൊരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പേഴ്സണൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു പേഴ്സണൽ ലിവിങ് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. നമുക്ക് 2 റൂമുകളാണ് ഈ ഒരു നിലയിൽ വരുന്നത്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും കബോർഡെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വലിയൊരു കബോർഡ് സ്പേസ് ആണ് കേട്ടോ. ഒരു സാധനവും നമുക്ക് പുറത്തിടില്ല. ആ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ബാത്റൂം സ്പേസ് എല്ലാം തന്നെ സിമിലറാണ്. എല്ലാ റൂമുകളിലും ഇതുപോലെ വലിപ്പമുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. സിംബോളോ സെറ പോലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമുക്ക് അതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും. ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം കാണാം. ഈ റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കബോർഡ് സ്പേസ് വന്നിട്ട് ചുമരിനകത്തേക്ക് വരുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂം വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ 2 സൈഡിലുമായിട്ട് ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കബോർഡ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഡ്രോയർ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മേളിൽ നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. സാധാരണഗതിയിൽ ഒരു 2 പാളിയിലെ കബോർഡ് ചെയ്യുന്നതിനെക്കാട്ടും സ്പേസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ, ഈ കാണുന്നത് പോലെ ബാത്റൂം സ്പേസ് വരും. അതായത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ്. നമുക്ക് 2 കസേരയൊക്കെ ഇട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് വട്ടിയൂർക്കാവ്. കാരണം ആ രീതിയിലുള്ള വികസനമാണ് വട്ടിയൂർക്കാവ് ബേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിയുടെ ഏത് ഭാഗത്തേക്കും ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 4.5 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ്. ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. നമുക്ക് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള ആ ഒരു റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. ഒരു രീതിയിലുള്ള കൺജഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തുമില്ല. നല്ലൊരു പ്രൈസാണ്, മിസ്സാക്കണ്ട.